ഹെയർ ഫോൾ ഉള്ള എല്ലാവരും ചെയ്യേണ്ട ട്രീറ്റ്മെന്റ് ആണോ PRP അതല്ലെങ്കിൽ GFC? ഇത് നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹെയർ ഫോളിന്റെ റീസൺസ് ആണ്. അത് നമ്മുടെ ബോഡി കണ്ടീഷൻസിനാണോ, അതോ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഹോർമോൺ വേരിയേഷൻ കാരണമാണോ, വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് കാരണമാണോ ഹെയർ ഫോൾ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കണം. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഡെയിലി ഒരു 50 മുതൽ 100 ഹെയർ വരെ നാച്ചുറൽ ആയി കൊഴിയാം. സോ ഈ മുടി കൊഴിയുന്നത് രണ്ട് തരത്തിൽ നമുക്കുണ്ട്. ഷെഡിംഗ് എന്നും പറയാം, അതുപോലെ തന്നെ ഹെയർ ഫോളും ഉണ്ടാവും. സോ ഷെഡിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അത് ഷെഡായി കഴിഞ്ഞാൽ അതേ ഫോളികളിൽ നിന്ന് പുതിയ മുടി വരാൻ ശ്രമിക്കും. അപ്പോൾ ഹെയർ ഫോൾ എന്ന് പറയുമ്പോൾ ആ മുടി അങ്ങ് പോകും, ഫോളികൾ അങ്ങനെ തന്നെ ഇരിക്കും. സോ ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇതിനായി നമ്മൾ സ്കാൽപ്പ് അനാലിസിസ് ചെയ്താൽ മനസ്സിലാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഈ ഡെഫിഷ്യൻസീസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ലാബ് ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും തരത്തിലുള്ള ഡെഫിഷ്യൻസി, ഉദാഹരണത്തിന് വൈറ്റമിൻ ഡി അതല്ലെങ്കിൽ തൈറോയ്ഡ് ഇഷ്യൂസ് ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അത് കറക്റ്റ് ചെയ്യുക. അത് കറക്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റ് സപ്ലിമെന്റ് തലയിലോട്ട് നമ്മൾ കൊടുക്കുക. അങ്ങനെ ശ്രമിച്ചതിന് ശേഷം ഹെയർ റീഗ്രോത്ത് മോണിറ്റർ ചെയ്യുക. അതിന്റെ റിസൾട്ട് അനുസരിച്ചിരിക്കും നമ്മൾ GFC ചെയ്യണോ അതല്ലെങ്കിൽ PRP ചെയ്യണോ എന്നത്. അല്ലാതെ ആരും ഹെയർ ഫോൾ ഉണ്ടെന്ന് പറഞ്ഞ് ഡയറക്റ്റ് പോയി ഒരു PRPയോ GFCയോ ചെയ്ത് തുടങ്ങേണ്ട ആവശ്യമില്ല. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ഹെയർ ഫോൾ നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഒരു ബാൾഡ്നെസ് ഉണ്ടാകുന്നത് വരെ വെയിറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് മുടി കൊഴിയുമ്പോൾ തന്നെ നിങ്ങൾ അടുത്തുള്ള ഡോക്ടറിനെ പോയി വിസിറ്റ് ചെയ്യുക, അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുക. അതല്ലെന്നുണ്ടെങ്കിൽ മുടിയെല്ലാം പോയി നമ്മുടെ തല ഒരു ഗ്രേഡ് മാറി മാറി വരുന്നതായിരിക്കും ഈ ഒരു ബാൾഡ്നെസ്. പിന്നെ നമുക്കുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമായിരിക്കും. സോ ബെറ്റർ നിങ്ങൾക്ക് പ്രശ്നമുള്ളപ്പോൾ തന്നെ ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്യുക.